ചിത്തവൃത്തി നിരോധനം, മനഃശുദ്ധി, അന്ധക്കരണശുദ്ധി മുതലായവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞു തരാമോ? മനഃശുദ്ധിയും അന്ധക്കരണശുദ്ധിയും ഒന്ന് തന്നെയാണ്. അന്ധക്കരണം എന്ന് പറയുമ്പോൾ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന 4 വൃത്തികളിൽ അത് പിരിയുന്നുണ്ട്. അത് കേവലം വൃത്തിഭേദങ്ങളാണ്, വസ്തു ഒന്ന് തന്നെയാണ്. അതാണോ ഇതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, അവിടെയാണോ ഇവിടെയാണോ, വേണോ വേണ്ടയോ എന്നിത്യാദി എന്തിനെ സംബന്ധിച്ചും ഒരു സങ്കല്പവും ഉടനെ അതിൻ്റെ വിപരീത കൽപ്പനയും വികല്പവും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തിയാണ് മനസ്സ്. മനസ്സൊന്നിനെ നിശ്ചയിക്കില്ല. മനസ്സ് നിരന്തരം സങ്കല്പ വികല്പങ്ങളെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സങ്കല്പ വികല്പങ്ങളെ ചെയ്തതിൽ നിന്ന് ഒന്നിനെ നിശ്ചയിക്കുന്ന ആളാണ് ബുദ്ധി. ഏതൊരു കരണം, ഏതൊരു പ്രവർത്തനം ചെയ്താലും അസമയത്ത് തന്നെ അന്തഃക്കരണം അത് ശേഖരിച്ചു വയ്ക്കും സംസ്കാരമായിട്ട്. അതാണ് ചിത്തം. ഇതിനൊക്കെ കാരണമായി ഞാനെന്ന വൃത്തി പ്രകാശിക്കണം, അത് അഹങ്കാരം. ഈ 4 അന്തഃക്കരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ ശുദ്ധി അശുദ്ധി എന്നുള്ള വിഷയം പരിഗണിക്കേണ്ടത് മനസ്സിനെ സംബന്ധിച്ച് മാത്രമാണ്. കാരണം അതാണ് സങ്കല്പ വികല്പാത്മകമായത്. അപ്പം മനഃശുദ്ധിയെയാണ് അന്തഃക്കരണശുദ്ധി എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ മനസ്സ് എന്നുള്ള ശബ്ദം, ചിത്തം എന്നുള്ള ശബ്ദം അന്ധഃക്കരണത്തെ മൊത്തത്തിൽ പറയാൻ ഉപയോഗിക്കും. വൃത്തിഭേദം വിവക്ഷിക്കാതെ എന്നർത്ഥം. ഈ മനസ്സ് വിവിധ വൃത്തികളായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ വൃത്തികളായിട്ട് നിരന്തരം. ഇപ്പം തന്നെ എത്ര വൃത്തി നമ്മളിലുണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്ന് നിരീക്ഷിച്ചാൽ മതി. ആയിരക്കണക്കിന് വൃത്തികൾ ഇപ്പം നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് കേട്ടിരിക്കുമ്പം തന്നെ, അല്ലാത്ത സമയത്തോ. അപ്പം ഈ വൃത്തികളെ ക്രമികമായി നിരോധിക്കുന്ന അഭ്യാസമാണ് യോഗം. അത്തരം യോഗസാധനകളിലൂടെ എന്ന് ബഹുവചനം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, യോഗത്തിൻ്റെ ലക്ഷ്യം ഒന്നാണെങ്കിലും മാർഗം പലതാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും അനുഗുണമായ യോഗസാധനാ മാർഗത്തിലൂടെ ചിത്തവൃത്തി നിരോധത്തെ നേടുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ പ്രക്രിയയാണ്, ആ സാധനയാണ് ചിത്തവൃത്തി നിരോധനം. നിരോധനത്തിലൂടെ നേടുന്നതാണ് നിരോധം. പലതിലേക്ക് പോകാതെ കാറ്റില്ലാത്തിടത്തെ ദീപം പോലെ അന്തഃക്കരണം ഏകതത്വത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥയാണ് ചിത്തവൃത്തി നിരോധം. അതിന് പറയുന്ന പേരാണ് യോഗം എന്ന് ലക്ഷ്യാർത്ഥം. അതുകൊണ്ട് ഈയൊരു താല്പര്യത്തെ എടുത്തുകൊണ്ട് യോഗദർശനത്തിൻ്റെ പ്രസിദ്ധ ഭാഷ്യകാരൻ വ്യാസൻ യോഗ സമാധി എന്ന് പറയും. യോഗം എന്ന് പറഞ്ഞാൽ സമാധിയാണ്, സമാഹിതമായ സ്തുതിയാണ്. ശ്രദ്ധിക്കുക.